നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ നാട്ടിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഹൃദയത്തെ ചൊല്ലിയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ ഹോസ്പിറ്റലുകളുടെ എണ്ണവും ഓരോ വർഷവും കഴിയുന്തോറും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർഡിയാക് കെയർ ടെക്നീഷ്യന്മാരുടെ ആവശ്യവും നിരവധിയായി മാറിക്കഴിഞ്ഞു. ഹേർട്ട് പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്തും ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പേഷ്യൻസിൻ്റെ പല ടെസ്റ്റുകളും ചെയ്തും ഹേർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിലെ ഒന്നിലേക്ക് ട്യൂബ് കണക്ട് ചെയ്യുന്ന കാർഡിയോവാസ്കുലർ ടെസ്റ്റിലേക്ക് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മെയിനായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഓരോ കാർഡിയാക് കെയർ ടെക്നീഷ്യന്മാർക്കും ഉള്ളത്. പേഷ്യൻറ്റിൻ്റെ ഹേർട്ട് റേറ്റ്, BP ഒക്കെ മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ സുപ്പീരിയർ ഡോക്ടേഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്യുന്ന ഒരു ഡ്യൂട്ടി കൂടി ഓരോ കാർഡിയാക് കെയർ ടെക്നീഷ്യന്മാർക്കും വരുന്നുണ്ട്. ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നത് വഴി നിങ്ങൾക്ക് കാർഡിയോളജിസ്റ്റ് ആയിട്ടും ഡയാലിസിസ് ടെക്നീഷ്യന്മാരായിട്ടും കാർഡിയോവാസ്കുലർ ടെക്നീഷ്യനായിട്ടും ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുമൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എബ്രോഡും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും നല്ല സാലറിയോടെ തന്നെ നമുക്ക് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ജോലി ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിന് വേണ്ടി നല്ല കോളേജുകൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ളതും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ളതുമൊക്കെയായ കോളേജുകൾ തന്നെ, അംഗീകാരങ്ങളുള്ള കോളേജുകൾ തന്നെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യണം. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ക്ലാസ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും അടങ്ങുന്ന 4 വർഷത്തെ കോഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. +2 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാകണം. 3 സബ്ജക്റ്റുകൾക്കും 50% കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്തിരിക്കണം. കൂടാതെ കാർഡിയാക് കെയർ ടെക്നോളജി കോഴ്സ് കേരളത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ രീതി LBS മുഖാന്തരമായിരിക്കും. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും കൂടാതെ റീഹാബിറ്റേഷൻ സെൻ്ററുകളിലും നഴ്സിംഗ് കെയർ സെൻ്ററുകളിലുമൊക്കെ ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. കൂടാതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെൻ്ററുകളിലും എമർജൻസി മെഡിസിൻ സെൻ്ററുകളിലും അതുപോലെ ട്രോമോ കെയർ സെൻ്ററുകളിലും ആക്സിഡൻറ്റ് കെയർ സെൻ്ററുകളിലും എമർജൻസി റെസ്ക്യൂ ടീമുകളിലും ഡയഗ്നോസിസ് സെൻ്ററുകളിലും ECG സെൻ്ററുകളിലുമൊക്കെ ആയിട്ട് കാർഡിയാക് കെയർ ടെക്നീഷ്യന്മാരെ വ്യാപകമായി നിയമിച്ചു വരുന്നുണ്ട്. കൂടാതെ തന്നെ കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ, കാത്ത് ലാബ് ടെക്നീഷ്യൻ, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, എക്കോ കാർഡിയോഗ്രാഫർ, ICU ഇൻറ്റൻസിവിസ്റ്റ്, മെഡിക്കൽ സോണോഗ്രാഫർ, രജിസ്റ്റേർഡ് കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി സ്പെഷ്യലിസ്റ്റ്, രജിസ്റ്റേർഡ് കാർഡിയാക് സോണോഗ്രാഫർ, രജിസ്റ്റേർഡ് കാർഡിയോവാസ്കുലർ ഇൻവസീവ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ രജിസ്റ്റേർഡ് വാസ്കുലർ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ജോലി സാധ്യതകളും ഒട്ടനവധിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സിന് കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നന്ദി.